ഡൽഹിയിലാണ്. ഡൽഹിയിലെ മെയിൻ ബസാർ റോഡിൻ്റെ കാഴ്ചകളും വിശേഷങ്ങളുമാണ്. ചിത്രഗുപ്ത റോഡിൽ നിന്നും മെയിൻ ബസാർ റോഡിലൂടെ കടന്നാൽ ഇന്ത്യയിലെ ഏറ്റവും തിരക്കേറിയ റെയിൽവേ സ്റ്റേഷനായ ന്യൂഡൽഹി റെയിൽവേ സ്റ്റേഷനിലേക്ക് നമുക്ക് നടന്ന് ചെല്ലാം. ഡൽഹിയിൽ നിന്നും ആഗ്രയിലേക്കുള്ള ട്രെയിൻ ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ അവിടെ നിന്ന് പുറപ്പെടും. അതിനു മുമ്പ് ഇവിടെ ഒന്ന് കണ്ടു കളയാം എന്ന് കരുതിയിട്ടാണ് നടക്കാനിറങ്ങിയത്. നിങ്ങൾക്ക് പലപ്പോഴും ഒരു സംശയമുണ്ടായും, ഇവിടെ ഒരു റിക്ഷ വിളിച്ചാൽ നമുക്ക് ക്യാഷ് വളരെ കുറച്ച് തന്നെ മതി. എന്നിരുന്നാലും ഈ റിക്ഷ പോകുന്നത് ഈ ബസാർ റോഡിലൂടെ വളരെ തിരക്കേറിയ ബസാർ റോഡാണ്. നമുക്ക് ഇപ്പോൾ കാണുമ്പോൾ തിരക്ക് അനുഭവപ്പെടുന്നില്ല എങ്കിലും മുന്നോട്ട് കടന്നു പോകുന്ന സമയത്ത് തിരക്കാണ്. അതിനേക്കാൾ വേഗതയിൽ നമുക്ക് നടന്നു ചെല്ലാം എന്ന സ്ഥിതി വരും. നിങ്ങൾ ഈ റോഡിൻ്റെ ഇരുവശങ്ങളിലും കച്ചവട സ്ഥാപനങ്ങളിലാണ്. വിവിധ തരത്തിൽ വിവിധ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്ന എല്ലാ തരം വസ്തുക്കളും ഈ റോഡിലൂടെ നമുക്ക് പോകുമ്പോൾ കാണാൻ സാധിക്കും. ഇന്ത്യയിലെയും വിദേശികളായ ആളുകളും എല്ലാം ഇവിടെ നിന്ന് വസ്ത്രങ്ങളും ചെരുപ്പുകളും എല്ലാം വാങ്ങിക്കൊണ്ടു പോകാൻ ഇവിടേക്ക് എത്താറുണ്ട്. ഈ മെയിൻ ബസാർ റോഡ് നേരെ ചെന്ന് അവസാനിക്കുന്നത് ബഹർഗഞ്ചിലാണ്. ജെയിംസ് ഫോർഡ് റോഡിലാണ് ഈ ബഹർഗഞ്ച് സ്ഥിതി ചെയ്യുന്നത്. അവിടെ തന്നെയാണ് ന്യൂഡൽഹി റെയിൽവേ സ്റ്റേഷനും സ്ഥിതി ചെയ്യുന്നത്. നമ്മൾ നേരെ കടന്നു ചെല്ലുന്നത് മെട്രോ സ്റ്റേഷൻ്റെ സമീപത്തുള്ള ആ ഭാഗത്തേക്കല്ല, നേരെ വിപരീതമായ അല്ലെങ്കിൽ നേരെ പിറകുവശത്തേക്കാണ് നമ്മൾ എത്തിച്ചേരുന്നത്. ന്യൂഡൽഹി റെയിൽവേ സ്റ്റേഷൻ ഇന്ത്യയിലെ ഏറ്റവും തിരക്കേറിയ ഒരു റെയിൽവേ സ്റ്റേഷനാണ്. ഇന്ത്യയുടെ തലസ്ഥാനത്തെ 20 ട്രാക്കുകളും 16 പ്ലാറ്റ്ഫോമുകളിലായി വളർന്ന് പന്തലിച്ച ഒരു റെയിൽവേ സ്റ്റേഷനാണ് ന്യൂഡൽഹി റെയിൽവേ സ്റ്റേഷൻ. ഇന്ത്യയിലെ എല്ലാ ഭാഗത്തേക്കും ഇവിടെ നിന്ന് ട്രെയിനുകൾ പുറപ്പെടുന്നുണ്ട്, ഇവിടേക്ക് വന്ന് ചേരുന്നുമുണ്ട്. ഇവിടുത്തെ പ്രധാനമായും നമ്മൾ അറിയേണ്ടത് ന്യൂഡൽഹി റെയിൽവേ സ്റ്റേഷൻ അറിയുന്നത് തന്നെ മികച്ച കള്ളന്മാരുടെ സേവനം എപ്പോഴും ലഭ്യമായ ഒരു റെയിൽവേ സ്റ്റേഷൻ കൂടിയാണ് ന്യൂഡൽഹി റെയിൽവേ സ്റ്റേഷൻ. രാത്രികാലങ്ങളിൽ ഇവിടെ കറങ്ങി നടക്കുന്ന നമ്മുടെ ചെറിയ കുട്ടികളായ ആളുകളാണ് കൂടുതൽ ഇവിടുത്തെ യാത്രക്കാർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നത്. നമ്മളിൽ പലർക്കും തൻ്റെ ഫോണുകളടക്കം ഇവിടെ നിന്ന് നഷ്ടപ്പെട്ട ഒരുപാട് കഥകൾ പറഞ്ഞു കേട്ടിട്ടുമുണ്ട്, അനുഭവിച്ചിട്ടുമുണ്ട്. ഏതൊരു സ്ഥലത്തിലൂടെയും നടന്നു പോകുമ്പോൾ നമുക്ക് അവിടെയുള്ള ജീവിതങ്ങളെ പഠിക്കാൻ പറ്റും. അവിടെയുള്ള ആളുകളുമായി സംവദിക്കാൻ നമുക്ക് അവസരങ്ങളുണ്ടാവും. അവിടുത്തെ നാട്ടുകാരായ അവിടുത്തെ പ്രാദേശികവാസികളായ ആളുകളുമായി നമുക്ക് സംവദിക്കാനും അവരുടെ സംസാരങ്ങളും അവരുടെ സംസ്കാരങ്ങളുമെല്ലാം നമുക്ക് അനുഭവിക്കാനുമുള്ള അവസരങ്ങളുണ്ടാവും. മണാലിയിലേക്കും കാശ്മീരിലേക്കുമെല്ലാം യാത്ര ചെയ്യുന്ന കേരളത്തിലുള്ള മലയാളികളടക്കമുള്ള ആളുകൾ ഇവിടുത്തെ പർച്ചേസിങ്ങിനായി വരുന്നത് ഡൽഹിയിലാണ്. അവർ ഡൽഹി ടച്ച് ചെയ്ത് വരുന്ന ആളുകളാണെങ്കിൽ നിർബന്ധമായും ഡൽഹിയിലിറങ്ങി ഇവിടുത്തെ ക്ലോത്തുകളും അവിടേക്ക് വേണ്ട എല്ലാ വസ്തു വകകളുമെല്ലാം ഇവിടെ നിന്നാണ് പർച്ചേസ് ചെയ്യുന്നത്. ഡൽഹി വലിയൊരു മാർക്കറ്റാണ്. എല്ലാത്തരം ഇന്ത്യയിലെ എല്ലാ ഭാഗത്തേക്കും ഹോൾസെയിലായിട്ട് ഇവിടെ നിന്നാണ് സാധനങ്ങളെല്ലാം കയറിപ്പോകുന്നത്. നമ്മുടെ നാട്ടിൽ നിന്ന് ഇവിടെ പർച്ചേസ് ചെയ്യാൻ വരുന്ന ആളുകളും നമുക്ക് ഇടയിൽ കാണാൻ സാധിക്കും. നമ്മുടെ ട്രെയിനുകളിൽ നിർബന്ധമായും 1-2 പേർ ആ വിഭാഗത്തിൽപ്പെടുന്ന ആളുകളുണ്ടാവും. ഇവിടുത്തെ റോഡുകൾക്ക് വളരെ ദുഷ്കരമായ ഡ്രൈവിംഗ് ഉള്ള ഒരു സ്ഥലമാണ് ഡൽഹി. ഇവിടുത്തെ ഡ്രൈവിംഗ് അനുഭൂതി നിങ്ങളൊന്ന് അനുഭവിച്ചറിയേണ്ടതാണ്. എല്ലാ വാഹനങ്ങളും തട്ടിയും മുട്ടിയും അവർ ഒരു തട്ടും മുട്ടുമില്ലാത്ത വാഹനം കാണണമെങ്കിൽ തന്നെ അത് ഒരു സർക്കാർ വാഹനമോ അല്ലെങ്കിൽ ഏതെങ്കിലും VIP വാഹനമോ ഒക്കെ ആയിരിക്കും. ഇവിടെ റിക്ഷ ഇലക്ട്രിക്കാണ്. അത് ഇവിടുത്തെ മലിനീകരണം കുറയ്ക്കാൻ വേണ്ടി ഇവിടുത്തെ സർക്കാർ എടുത്ത ഒരു തീരുമാനമാണ്. നമ്മുടെ നാട്ടിലേക്കും ഇത് അധികം വൈകാതെ തന്നെ എത്താൻ സാധ്യതയുള്ള ഒരു തീരുമാനമായി തോന്നിയിട്ടുണ്ട്. നിങ്ങൾ ഈ റിക്ഷകൾ കടന്നു പോകുന്നത് എത്ര സ്പീഡിലാണ് എന്ന് ശ്രദ്ധിക്കുക. ഈ റോഡിലൂടെ അത്രയ്ക്കും സ്പീഡിൽ കടന്നു പോകാനുള്ള ഒരു സാധ്യത തന്നെ അതിലില്ല. പക്ഷേ ഇവിടുത്തെ ഡ്രൈവിംഗ് അങ്ങനെയാണ്, ഇവിടുത്തെ ആളുകൾ അങ്ങനെയാണ് ശീലിച്ചത്. ഇവിടുത്തെ നിയമവും നമ്മുടെ നാട്ടിലെ നിയമവും ഒന്ന് തന്നെയല്ലേ എന്നൊരു ചോദ്യമൊന്നും ഇവിടെ വന്ന് ചോദിക്കാനേ പാടില്ല. കച്ചവടക്കാർ അവരുടെ വസ്തുവകകളെല്ലാം ഇട്ടിരിക്കുന്നത് റോഡിലാണ്.
അതുകൊണ്ട് തന്നെ റോഡിൻ്റെ വീതി അവിടെ തന്നെ കുറയുകയാണ്. അത് കഴിഞ്ഞ് കുറേ ആളുകൾ അവിടെ റോട്ടിൽ പാർക്ക് ചെയ്ത് അവരുടെ ആവശ്യങ്ങളുമായി മുന്നോട്ട് പോകും. പലപ്പോഴും ഇതുപോലുള്ള യാത്രകൾ ചെയ്യുമ്പോൾ നമ്മുടെ നാട്ടിലെ നിയമം കുറച്ചുകൂടി നല്ലതാണ് എന്നൊക്കെ ഒരു തോന്നലുണ്ടാവും. പല കാര്യങ്ങളിൽ നമ്മുടെ നാട് മികച്ചതും ചില കാര്യങ്ങൾ ഇവിടെ, അതായത് ഡൽഹി പോലുള്ള സ്ഥലങ്ങൾ മികച്ചതുമായി നമുക്ക് തോന്നാം. ഇതെല്ലാം നല്ലതെല്ലാം ഒരു സ്ഥലത്തും തിന്മയെല്ലാം ഒരു ഭാഗത്തും എന്നൊരു തിയറിയില്ല. പലയിടത്തും അതിൻ്റേതായ നന്മകളും അതിൻ്റേതായ തിന്മകളും ഉണ്ടാവും. അതുപോലെ തന്നെയാണ് ഓരോ വിഭാഗത്തിൻ്റെ സംസ്കാരവും നമുക്ക് അറിയേണ്ടതായിട്ടുണ്ട്. ഇന്ത്യ മൊത്തമായി ഒന്ന് കറങ്ങി വരുമ്പോൾ ഒരു നല്ല മനുഷ്യനായി മാറുമെന്ന് പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട്. നമുക്ക് ഒന്ന് ശ്രമിച്ചു നോക്കാം. ഇനി ആഗ്രയിലേക്കാണ്.